എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവർക്കും ഒരു സുപ്രഭാതമാകട്ടെ എന്ന്, ഇന്നത്തെ ദിവസം ഒരു സുദിനമാകട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും, എല്ലാ വീടുകളിലും ഇത് ആവശ്യവുമാണ്. പിന്നെ ഇന്നത്തെ പാചകത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ സരസ്വതി സരിയിലേക്ക്, എൻ്റെ ചാനലിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം ടു മൈ ചാനൽ സരസ്വതി സരി. ഇന്നത്തെ ഇത്തിരി സ്റ്റൈലിലൊക്കെ ആകാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? വരൂ. ഒരു നല്ല ബ്രൂ കോഫിയിൽ തുടങ്ങാം നമ്മുടെ ഇന്നത്തെ ദിവസം. ഒരു നല്ല ചായയോ ഒരു നല്ല കാപ്പിയോ കുടിക്കുമ്പോൾ, കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനവും ഇഷ്ടവും, സ്വീകരിക്കുന്നതിലും കൊടുക്കുന്നതിലും അത് നന്നായിട്ടാണെങ്കിൽ എന്തും തന്നെ നല്ലതാണ് അല്ലേ? ഇഷ്ടപ്പെടും, നമുക്കും മനസ്സിന് സന്തോഷം കിട്ടും, അത് സ്വീകരിക്കുന്നവർക്കും സന്തോഷം കിട്ടും അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്? അതൊക്കെ അറിയാൻ ടീച്ചർക്ക് ആഗ്രഹമുണ്ട്. ഇന്നതാ ടീച്ചറുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. റോൾഡ് ഓട്സ് കൊണ്ടുള്ള ഒരു പലഹാരം. ഈ റോൾഡ് ഓട്സിനെ കുറച്ച് ഒരു 3/4 ഗ്ലാസ് എടുത്തു. അതിനെന്താ പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പിടി നാളികേരം ഇട്ട് ഇത്തിരി ജീരകവും കൂടി ഇട്ടിട്ട് മിക്സിയിൽ പൊടിച്ചതാണ് ഈ കൂട്ട്. ഇതിനി ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ഉപ്പിട്ട് കുഴയ്ക്കാം. അത് കഴിച്ചു. ഇനി അതിന് ശേഷം കല്ല് വെച്ചിട്ട് കത്തിച്ച് എണ്ണ തോർത്തു. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വാരി വയ്ക്കാം. എനിക്ക് 2 മതി, 2 ഇത് കൈകൊണ്ട് പരത്തണം കേട്ടോ. കൈകൊണ്ട് തന്നെ വാരിയിട്ട് കൈകൊണ്ട് പരത്തണം. തവിയിലൊന്നും കോരി ഒഴിച്ചാൽ ശരിയാവില്ല. കോരി ഒഴിക്കാനുള്ള കൺസിസ്റ്റൻസി ആയിട്ട് ഇതിൻ്റേത്. ഇതിനപ്പം ഓട്സ് പൊടിച്ചതും നാളികേരം, ജീരകവും, വേണ്ടവർക്ക് ഇത്തിരി വെളുത്തുള്ളി ഇടാം. ഞാനിടുന്നില്ല, അതിൻ്റെ രുചി വേറെ ഒന്നായിപ്പോൾ. കല്ല് ചൂട് വെച്ചപ്പോൾ ഒരു കാരം തിരിനീട്ടി. ഇനി അത് നമുക്ക് തിരിച്ചിടാം. പാകമാകുമ്പോൾ തിരിച്ചിട്ട് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ചൂടാവട്ടെ. 2 മതിയല്ലോ. ഒന്നുകൂടാവട്ടെ. അപ്പം ഇതിൽ ഓട്സും നാളികേരവും ജീരകവും ഉപ്പും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. ശരീരത്തിന് ഓട്സും മില്ലറ്റും ഒക്കെ വളരെ നല്ലതാണ്. വേണമെങ്കിൽ ഇത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. പക്ഷെ എനിക്ക് വെളിച്ചെണ്ണയൊന്നും അധികം വേണ്ടല്ലോ, പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് മൂക്കട്ടെ. ഇത് നമ്മൾ ഒരുവിധം മൂക്കാതെ മറിച്ചിട്ടാലേ
പൊട്ടിപ്പോ നോക്കാം. മറിച്ചിട്ടു. ഇപ്പോഴും ഈ ക്യാമറ വെക്കുന്നത് ശരിയാകുന്നില്ല. കണ്ട, ഇത് അടുപ്പത്ത് കിടന്ന് മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോൾ നമുക്കത് എടുക്കാം. പിന്നീട് ഞാൻ വേറൊരു കാര്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. അതാ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതല്ലേ, മണിത്തക്കാളി. മണിത്തക്കാളി, മണിപ്ലാന്റ്. എനിക്ക് ഈ മണിത്തക്കാളി ഒക്കെ എപ്പോഴും അതുമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. മണിത്തക്കാളി എന്ന് പറഞ്ഞു നോക്കൂ, മണിപ്ലാന്റ് ആണല്ലോ ഇത് അല്ലേ. ഇതെല്ലാ വീടുകളിലും ഉള്ളതാണ് ഈ മണിപ്ലാന്റ്. ഇത് നമ്മുടെ വിശ്വാസമോ അന്ധവിശ്വാസമോ, വീട്ടിൽ വെച്ചാൽ പണം വർദ്ധിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അത് ഒരു വിശ്വാസമാകാം, അന്ധവിശ്വാസമാകാം. അതൊക്കെ അവരവരുടേതായ നിഗമനങ്ങളാണ്. എന്നാൽ ഇതെല്ലാം വീട്ടിലും ഉള്ള ഒരു ചെടിയാണല്ലോ ഈ മണിപ്ലാന്റ്. ഇതിന് വലിയൊരു ശക്തിയുണ്ട്, വലിയൊരു കഴിവുണ്ട്. അത്ഭുതാവഹമായ ഒരു കഴിവ് ഈ മണിപ്ലാന്റിനുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വരച്ചു നീട്ടുന്നില്ല, എളുപ്പം പറയാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, എല്ലാ വീട്ടിലെയും പോലും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരു താമരക്കുളം ഉണ്ടായിരുന്നു. അത് നിറച്ചൊരു 6-7 ദിവസം വിരിയുമായിരുന്നു മുറ്റത്ത്. താമരക്കുളം, താമര ചട്ടി, വലിയ ചട്ടി. ആ ചട്ടി പോയതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 1000 രൂപ കൊടുത്ത് മേടിച്ച അത്രയും വലിയ ചട്ടി. ഞാൻ ഒരു ദിവസം നിങ്ങളെ കാണിക്കാം, ബാക്കിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിക്കകത്ത് ആ താമരക്കുളത്തിൽ നിറയെ മത്സ്യത്തിനെ ഇട്ടിരുന്നു. നമ്മൾ കഴിക്കുന്ന മത്സ്യമല്ല, ആഡംബര മത്സ്യം. അപ്പം ആ മത്സ്യം ദിവസം നമ്മുടെ പൊന്മാനില്ലേ, നീലപ്പൊന്മാൻ, ഞാൻ ഇത് എടുക്കട്ടെ കേട്ടോ. ഇതാണ് ഓട്സിൻ്റെ അട. ഓട്സ് അട, ദോശയല്ല, ഇതൊരു അടയാണ്. ദോശയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളമാകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിനിടയിൽ ആ നീലപ്പൊന്മാൻ വന്നിട്ട് ആ മീനെ ഓരോ ദിവസമായിട്ട് കൊത്തിക്കൊണ്ട് പോയി. നമ്മൾ അറിഞ്ഞേയില്ല. ഈ മീനെല്ലാം കഴിഞ്ഞിട്ടും പാവം ഈ പൊന്മാൻ തെറ്റിദ്ധരിച്ചുകൊണ്ട് വന്ന് കുളത്തിൽ മുങ്ങിപ്പൊങ്ങുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് മീനെല്ലാം പോയത് ഈ പൊന്മാൻ കൊണ്ടുപോയത്. പിന്നെ ഉണ്ടെന്ന് കരുതിയായി വരുന്നത്, വന്ന് മുങ്ങുന്നത്. അത് കഥ വേറെ ഏതൊരു കഥയല്ല, നടന്ന സംഭവം. എന്നാൽ ഈ നമുക്ക് ഒരു കാർ പോർച്ചും കൂടെ അഡീഷണലായി എടുക്കേണ്ടതായിട്ട് വന്നു. അന്നേരം നമുക്ക് ഷീറ്റിട്ട് നമ്മളൊരു കാർ പോർച്ച് എടുത്തു. അത്യാവശ്യം വാർത്തിട്ടിരിക്കുന്നതാണ്. ഷീറ്റിട്ടൊരു കാർ പോർച്ച് എടുത്തു. ഈ കാർ പോർച്ച് മാറ്റിയിട്ടിട്ട് തിരിഞ്ഞിട്ടിട്ട് രണ്ടാമത്തെ അടയായിട്ട് അതും കൂടെ കടന്ന് വേറെ മൂക്കട്ടെ. അപ്പോൾ ഈ കാർ പോർച്ച് എടുത്തപ്പോൾ ഈ താമരക്കുളത്തിലുണ്ടായിരുന്ന ചട്ടിയിലുണ്ടായിരുന്ന താമരകളൊക്കെ പൂക്കാതായപ്പോൾ പിന്നെ പൂവില്ലാത്തപ്പോൾ ഒരു ഭംഗിയില്ലല്ലോ അതിന്. മീനും പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അടുത്തു നിന്ന ഈ മണിപ്ലാന്റിൽ നിന്ന്, തൊട്ടടുത്ത് തന്നെ മണിപ്ലാന്റ് നിൽപ്പുണ്ടായിരുന്നു. ഈ മണിപ്ലാന്റിൽ നിന്ന് ഇതുപോലുള്ള 2-3 തണ്ടൊടിച്ച് അതിനകത്തിട്ടു. ഒരു ഭംഗിക്ക്, ഇതിപ്പോൾ ഒരു ഭംഗിയില്ല, ഇതുപോലെ ഭംഗിക്ക് വേണ്ടി. എനിക്കറിയില്ല ഇതിൻ്റെ ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും. അത്ഭുതമെന്ന് പറയട്ടെ, ഈ താമരക്കുളത്തിൽ നിറച്ച് പായലുണ്ടായിരുന്നേ. ആ പായൽ മുഴുവനും ഒരാഴ്ച കൊണ്ട് മാറി. ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴിയതുപോലായി. എനിക്ക് അത്ഭുതമായി. നമ്മൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയൊന്നും അറിഞ്ഞൂടാ. ഇത് ആരും ഇതുവരെ ചെയ്തും കേട്ടിട്ടില്ലല്ലോ. ആർക്കും ഇത് അറിയാമില്ലായിരുന്നു. ഇന്നുവരെ ഇതാർക്കും അറിഞ്ഞുകൂടാ. എനിക്കാണിതിൻ്റെ പേറ്റൻ്റൊക്കെ തരേണ്ടത് ആരെങ്കിലും അറിഞ്ഞാൽ. അപ്പം എന്ത് ചെയ്തു,
ഞാനിത് കുറച്ച് തണ്ട് പൊട്ടിച്ചതിലിട്ടില്ലേ, ഇതിൻ്റെ ഒരു ശക്തിയായിരുന്നു ആ പായൽ മുഴുവൻ പോയി. മറ്റേ മത്സ്യം ഉണ്ടായിരുന്നപ്പോൾ കുറച്ചൊക്കെ മത്സ്യം തിന്നും പായൽ, അപ്പോൾ കുറച്ചൊക്കെ പോയിരുന്നു. പിന്നീടങ്ങ് പായൽ നിറഞ്ഞേ മത്സ്യമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ പായൽ മുഴുവൻ എനിക്ക് അത്ഭുതമായി. അപ്പം ഞാൻ ഒന്ന് ചിന്തിച്ചു, ഇത് ഈ മണി പ്ലാന്റിൻ്റെ എന്തോ ഒരു ശക്തിയാണ്. ഞാനപ്പോൾ എന്ത് ചെയ്തു, ഒരു അതേപോലെ ഒരു 3-4 തണ്ട് ഇലയോടുകൂടിയ തണ്ട് കിണറ്റിലേക്ക് ഇട്ടു. കിണറ്റിൽ നിറയെ പായലുണ്ടായിരുന്നു അന്ന്. കിണറ്റിലേക്ക് ഇട്ടു. അന്ന് വെള്ളം പൊങ്ങിക്കിടക്കാം, അതുകൊണ്ട് അത് ബുദ്ധിമുട്ടില്ലായിരുന്നു. കിണറ്റിലേക്ക് ഇട്ടു. ഇത് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ കിണറ്റിൽ പായൽ ഒരുവിധം കംപ്ലീറ്റ് അല്ലേ പോയി. എന്ന് കരുതി നിങ്ങൾ എന്നോട് കുസൃതി ചോദ്യം ചോദിക്കണ്ട, ടീച്ചറെ എന്നാൽ പിന്നെ വേമ്പനാട്ട് കായലിൽ കൊണ്ട് മണി പ്ലാന്റ് ഇട്ടാൽ മതിയോന്ന്. ഇല്ല, അതിനുള്ള ശക്തിയൊന്നും ഇതിനില്ല കേട്ടോ. കിണറിലോ വാട്ടർ ടാങ്കിൽ ശുദ്ധിയാക്കുന്ന ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ വാട്ടർ ടാങ്കിലോ കിണറിലോ താമരക്കുളത്തിലോ ഒക്കെ ഇട്ടാൽ, പിന്നെ കുട്ടികളൊക്കെ പിന്നെ അക്വേറിയം ഇല്ലാത്ത കുട്ടികളൊക്കെ പിന്നെ ചെറിയ ചെറിയ ഈ കുപ്പികളിലൊക്കെ ഇട്ട് വയ്ക്കില്ലേ, അതൊക്കെ പായൽ വരാതെ ഫിഷിനെ വളർത്തില്ലേ, അതിലൊക്കെ പായൽ മത്സ്യം തിന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് മത്സ്യത്തിനെ എടുത്ത് വെളിയിൽ വെള്ളത്തിൽ ഇട്ടിട്ട് ഇതിൻ്റെ കുഞ്ഞു തണ്ട് അതിലൊന്ന് ഇട്ടാൽ അത് ക്ലീൻ ആകും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വേമ്പനാട്ട് കായലിൽ കൊണ്ടിട്ടാലൊന്നും, വേമ്പനാട്ട് കായലിലിട്ട് ഇത് ഇട്ട് കായൽ ശുദ്ധീകരിക്കണമെങ്കിൽ എന്തും വേണ്ടി വേണം. അത്രയ്ക്ക് മണിത്തണ്ട് നമ്മുടെ നാട്ടിലുണ്ടോ? ഇതൊരു ചെടിയല്ലേ. അപ്പം അങ്ങനെ ഇതുവരെ ഇങ്ങനൊരു കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, എനിക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഈ മഷിത്തണ്ടിനെ പണം കൊണ്ടുവരാനുള്ള ശക്തി ഉണ്ടെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. അത് ശരിയോ തെറ്റോ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ മഷിത്തണ്ട് മഷിത്തണ്ടല്ല, ഞാൻ എപ്പോഴും കുട്ടികളെ മഷിത്തണ്ട് മണിത്തക്കാളി എന്നൊക്കെ തെറ്റി പറയുന്നുണ്ട്. ടീച്ചർക്ക് അത്രയ്ക്ക് ഓർമ്മയേ ഉള്ളൂ. എന്താ അപ്പോൾ ഈ മണി പ്ലാന്റ്, മഷിത്തണ്ടും മണിത്തക്കാളി ഒന്നുമല്ല, മണി പ്ലാന്റ്. അതിനകത്ത് ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കുന്നത്. 2-3 പ്രാവശ്യം ഞാൻ തെറ്റിച്ച് മഷിത്തണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതാ ഈ മണി പ്ലാന്റ് ഇന്നലെ ഞാനിത് വെച്ച് നന്നായിട്ട് ഒരു വീഡിയോ എടുത്തിരുന്നു. എൻ്റെ അത് കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി. നോക്കൂ. അപ്പം ഇന്നത്തെ പ്രഭാതത്തിലെ സംഭവങ്ങൾ ഇതൊക്കെ ഇതാ. ഓട്സ് കൊണ്ടുള്ള അടയും നിങ്ങളെ ഞാൻ കാണിച്ചു. 2 സംഭവങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. നോക്കെ, ഈ മണി പ്ലാന്റ് ഈ മണി പ്ലാന്റിൻ്റെ ഗുണവും ഓട്സിൻ്റെ അടയും, ഇത് രണ്ടുമാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇനി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പായലും നീക്കം ചെയ്യുന്നതിന് വേണ്ടി മഷിത്തണ്ടും പിന്നെയും മഷിത്തണ്ടിലേക്ക് പോവുക, ഈ മണി പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും എന്നോട് പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സുപ്രഭാതം നേർന്നുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സുദിനമാകട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരയു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്.